ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലയോ മനുഷ്യ സമൂഹമേ, അല്ലയോ മാനവരെ, നിങ്ങൾ പഠിച്ചു വെക്കണേ, അറിയണേ, നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് അത് പരിശുദ്ധമായ പുണ്യമായ റമളാൻ മാസമാണ്. ആ മാസത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് വളരെ മഹത്വമാണ്. ആ മാസത്തിൽ ഒരു രാത്രി ഉണ്ടത്രേ. ആ രാത്രിയിൽ ഇബാദത്തിലായി നീ അധിഷ്ഠിതമായി കഴിഞ്ഞാൽ 1000 മാസം നീ പ്രതിഫലം ചെയ്ത ഇബാദത്തുകളിൽ അധിഷ്ഠിതമാകുന്നതായ പ്രതിഫലം നിനക്ക് ലഭിക്കുമേ എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തീർന്നില്ല, അള്ളാന്റെ റസൂൽ വീണ്ടും നമുക്ക് അറിയിച്ചു തരികയാണ്, ആ മാസത്തിൽ ഒരു ഫർള് നീ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് ചെയ്തതായ പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമത്രേ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയുകയാണ്, ആ വരുന്നതായ മാസത്തിൽ ഒരു സുന്നത്താണ് നീ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ നീ ഫർള് ചെയ്തതായ ആ ഒരു ഫലം, ആ ഒരു ബെനഫിറ്റ് നിനക്ക് ലഭിക്കുമേ എന്ന് മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്, ഈ പരിശുദ്ധമായ ഈ ഒരു റമളാൻ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ടതായ വരാനിരിക്കുന്ന മാസം, ആ മാസത്തിലെ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തറാവീഹ് എന്ന സുന്നത്ത് നമസ്കാരത്തെ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമസ്കരിച്ചാൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ ബിദംബിഹി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരുന്നു, ആരൊരുത്തൻ ഈമാനോടുകൂടിയും വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ റമളാനിൽ തറാവീഹ് നമസ്കരിക്കുന്നുവോ, റമളാനിൽ നിലകൊള്ളുന്നുവോ എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു മാ തഖദ്ദമ ബിദംബിഹി, അവന്റെ കഴിഞ്ഞു പോയതായ സർവ്വദോഷങ്ങളും അല്ലാഹു അഫൂ ചെയ്യും, പൊറുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.